ഹലോ, എൻ്റെ പേര് അസ്ന ഷെറിൻ. ഇക്കഴിഞ്ഞ നീറ്റ് 2023 എൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് 177 കേരള റാങ്ക് 5 ആയിരുന്നു. ഞാനിപ്പം എയിംസ് ഡൽഹിയിൽ ഫസ്റ്റ് ഇയർ MBBS പഠിക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പം നീറ്റ് എക്സാം ആകാൻ ഇനി 1 മന്തൊക്കെയാണുള്ളത്. അത്യാവശ്യം ടെൻഷനൊന്നും അടിക്കണ്ട. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ലാസ്റ്റ് മന്ത് എന്താ ചെയ്തതെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതാരും തന്നെ ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യാൻ ഞാൻ പറയില്ല. കാരണം ഓരോരുത്തർക്കും ഓരോ പ്ലാൻ ഉണ്ടാവും. നിങ്ങൾക്കിപ്പം ഇത് കേട്ടിട്ട് ഓക്കെ ഇത് കൊള്ളാം കുഴപ്പമില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാം. ഞാൻ ആക്ച്വലി എൻ്റെ ലാസ്റ്റ് 1 മന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് മെയിൻലി എൻ്റെ മിസ്റ്റേക്സിലൂടെ പഠിക്കുക എന്നുള്ളതായിരുന്നു. അതായത് എക്സാംസ് എഴുതിയിട്ട് അതിൽ നിന്നുള്ള മിസ്റ്റേക്സ് എന്താണെന്ന് മനസ്സിലാക്കി അതൊന്ന് പഠിക്കുക. ബയോളജിയുടെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ ആക്ച്വലി ബയോളജി പഠിക്കും, ഒരിക്കൽ വായിക്കും, എന്നിട്ട് ഒരു എക്സാം എഴുതുന്നു, നെക്സ്റ്റ് എക്സാം എഴുതുന്നു. അങ്ങനെ ആ വീക്കിലി ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ എനിക്ക് മനസ്സിലാവും ഓക്കെ. ഐ മീൻ ഇപ്പം നമ്മളിപ്പോൾ പെട്ടെന്ന് റീകോൾ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പൊ എനിക്ക് മനസ്സിലാവും ഓക്കെ ഇനിയിപ്പം ഞാൻ ഒന്നും കൂടി വായിക്കേണ്ട സമയമായി. അപ്പോ ഒരു 7 to 10 ഡേയ്സിനുള്ളിലെങ്കിലും ഞാൻ ബയോളജി വായിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അതിനേക്കാളും മുന്നേ മറന്നു പോകുന്നെങ്കിൽ അതിനനുസരിച്ച് വായിക്കാം. ബയോളജി ആക്ച്വലി എത്രത്തോളം വായിക്കുന്നു അത്രത്തോളം നല്ലതാണ്. പക്ഷെ വായിക്കുന്നതും തന്നെ മനസ്സിലെത്തിയിട്ട് നന്നായി മനസ്സിലാക്കി വായിക്കാൻ നോക്കുക. ഒന്നും വിടാതെ ലൈക്ക് കോളം ബോക്സ് അതുപോലെ തന്നെ സമ്മറി ഒക്കെ നന്നായി വായിക്കുക. പിന്നെ ഓർഗാനിക് കെമിസ്ട്രി ആയിരുന്നു എന്റെ ഫേവറേറ്റ്. ആക്ച്വലി എന്റെ എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ ആക്ച്വലി നമ്മൾ ഓർഗാനിക് കൺസെപ്റ്റ്സ് ഒക്കെ മനസ്സിലാക്കി പഠിക്കാൻ നമുക്ക് കുറെ കാലം ഓർമ്മ വെക്കും, എസ്പെഷ്യലി മെക്കാനിസംസ് ഒക്കെ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ. സോ അതിന് നിങ്ങൾക്ക് അങ്ങനെ എല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ഇതുപോലെ തന്നെ എക്സാംസ് എഴുതുക, അതിന്റെ തെറ്റുന്നൂടെ പഠിക്കാം. ആൻഡ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക, ഒരുപാട് ലെവൽ കൂട്ടി പോവാതിരിക്കുക. ആക്ച്വലി എല്ലാത്തിന്റെയും ബേസ് എന്താണ് നമ്മുടെ NCERT ആണ്. NCERT അപ്പുറമൊന്നും അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും നീറ്റ് ചോദിക്കാറില്ല, എസ്പെഷ്യലി ഇപ്പൊ റീസെന്റ് ആയിട്ട് വരുന്ന ട്രെൻഡ് അനുസരിച്ചിട്ട്. സോ നിങ്ങളുടെ NCERT ബേസ് ഭയങ്കര സ്ട്രോങ് ആക്കാൻ നോക്കുക, എസ്പെഷ്യലി ഇപ്പൊ ടെമ്പറേച്ചർ അതുപോലെ റിയേജൻസ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി നെയിം റിയാക്ഷൻസ്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, അതൊന്നും മറന്നു പോകാതിരിക്കാൻ നോക്കുക. അതുകൊണ്ട് അതിനൊക്കെ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുക. NCERT ഒരു പോയിന്റും വിടരുത്. പിന്നെ ഫിസിക്കൽ കെമിസ്ട്രി ആയാലും ഫിസിക്സ് ആയാലും ഇക്വേഷൻസ് ഒക്കെ റിവൈസ് ചെയ്തിട്ട് എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ നോക്കുക. എന്റെ ഒരു തോട്ട് എന്തായെന്ന് വെച്ചാൽ എനിക്ക് ആക്ച്വലി ഇക്വേഷൻസ് അറിയാം, പക്ഷെ സ്റ്റിൽ ആ ക്വസ്റ്റൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്റെ ആ പോർഷനിലെ തിയറി വീക്കാണെന്നാണ്. സോ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ആ എക്സാം എഴുതി കഴിഞ്ഞ് വന്നിട്ട് ആ ഭാഗത്തുള്ള തിയറി സ്ട്രോങ് ആക്കാൻ നോക്കും. പിന്നെ ഇനോർഗാനിക് ആയിരുന്നു എനിക്ക് ഏറ്റവും വീക്ക് ആയിട്ടുള്ള സബ്ജക്ട്. സോ എന്റെ എയിം എന്തായിരുന്നു എന്ന് വെച്ചാൽ നീറ്റ് എക്സാം ആകുമ്പോഴത്തേക്ക് എനിക്ക് ആ തോട്ട് ഉണ്ടാവാൻ പാടില്ല. കാരണം എനിക്കൊരു ടോപ്പിക്കും വീക്ക് ആണെന്നുള്ള ഇത് നീറ്റ് എക്സാം ഹാളിൽ കയറിയതിനു ശേഷം ആ തോട്ട് ഉണ്ടാവാൻ പാടില്ല. അതിന്റെ കോൺഫിഡൻസിനെ വല്ലാതെ അഫക്ട് ചെയ്യും. സോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വെച്ചാല് എന്റെ എല്ലാ ഓൾ മോഡൽ ഇപ്പൊ നീറ്റ് ഓൾ മോഡൽ നടക്കുന്നുണ്ടല്ലോ, അപ്പൊ എല്ലാ ഓൾ മോഡലിലും കുറച്ച് സമയം ഞാൻ അതിന് മുന്നുള്ള കുറച്ച് സമയം ഞാൻ ഇനോർഗാനിക്കിന് വേണ്ടി കൊടുത്തു. അങ്ങനെ ഇനോർഗാനിക് ഞാൻ സ്ട്രോങ് ആക്കി കൊണ്ടുവരാൻ ശ്രമിച്ചു. അങ്ങനെ അതായിരിക്കണം നിങ്ങളുടെ എയിം. അതായത് ഈ 1 മന്ത് നിങ്ങളുടെ കോൺഫിഡൻസ് മാക്സിമം ബിൽഡ് ചെയ്യാൻ നോക്കുക. എക്സാം ഹാളിൽ പോയിട്ട് ടെൻഷൻ അടിക്കേണ്ട അവസ്ഥ വരുത്തരുത്. സോ നിങ്ങളുടെ വീക്ക് പോയിന്റ് ഏതാണോ അത് മനസ്സിലാക്കിയിട്ട് അതൊക്കെ സ്ട്രോങ് ആക്കി കൊണ്ടുവരാൻ നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി ഓൾ മോഡൽ നടക്കുന്നുണ്ടാവും, അതുകൂടാതെ കുറെ ഓൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ്സ് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ ചെയ്യുക. അത് ഒന്നും തന്നെ സ്കിപ്പ് ചെയ്യാതിരിക്കാൻ നോക്കുക. പിന്നെ അതൊക്കെ എന്ത് ചെയ്യുക, ടൈം ഇപ്പൊ നിങ്ങൾ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്നാണെങ്കിലും ഈ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ്സ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ടൈം ബൗണ്ട് ആയിട്ട് തന്നെ ചെയ്തു തീർക്കാൻ നോക്കുക. ഇപ്പം നിങ്ങൾക്ക് എക്സാം ഉള്ള ദിവസമാണെങ്കിൽ ആ എക്സാം അറ്റൻഡ് ചെയ്യുക. അതില്ലാത്ത ദിവസമാണെങ്കിൽ പെർ ഡേ 1 or 2 ആ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ്സ് ചെയ്യാൻ നോക്കുക. എന്നിട്ട് എല്ലാം എക്സാംസ് ചെയ്യുക മാത്രം പോരാ, അതിന്റെ കൂടെ അത് തെറ്റിയ ക്വസ്റ്റ്യൻസ് ആയാലും അറ്റൻഡ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ആയാലും അതുപോലെ തന്നെ നമ്മൾ എന്തായാലും നമുക്ക് കറക്കി കുത്താനുള്ള ഒരു ടെൻഡൻസി ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ കറക്കി കുത്തി ശരിയായ ആൻസേഴ്സ് ആണെങ്കിലും അതൊക്കെ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. അതിന്റെ കറക്റ്റ് ആൻസേഴ്സും എക്സ്പ്ലനേഷൻസ് ഒക്കെ പഠിക്കാൻ നോക്കുക. അതിന്റെ പിന്നീടൊക്കെ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുക. എനിക്ക് തോന്നുന്നത് ഇപ്പൊ എല്ലാവരും തന്നെ ഓഫ്ലൈൻ എക്സാം ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. ഇനിയിപ്പോ നിങ്ങൾ ഓഫ്ലൈൻ എക്സാം ചെയ്ത് തുടങ്ങിയിട്ടില്ലെങ്കിൽ പ്ലീസ് ഇനിയെങ്കിലും നിങ്ങൾ ഓഫ്ലൈൻ എക്സാം ചെയ്ത് തുടങ്ങുക. കാരണം ആക്ച്വലി ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ എക്സാംസ് എഴുതുന്നത് ഭയങ്കര ടൈം മാനേജ്മെന്റ് ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. കാരണം ഓൺലൈനിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട, ബബിൾ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് പോയാൽ മതി. പക്ഷെ ഇത് അങ്ങനെയല്ല, നമ്മൾ ബബിൾ ചെയ്യേണ്ട സമയം, അതിന്റെ സ്പീഡ് കൂട്ടണം, അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ. ചിലപ്പം ബബിൾ ചെയ്യുമ്പം ക്വസ്റ്റ്യൻ നമ്പർ മാറിപ്പോവാം. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഓഫ്ലൈൻ എക്സാം എഴുതാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഈ ബബിൾ ചെയ്ത് ക്വസ്റ്റ്യൻ നമ്പർ മാറിപ്പോകുന്ന കാര്യം പറയുകയാണെങ്കിൽ അതിന് ഏറ്റവും നല്ലൊരു അത് ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു വഴി എന്ന് പറയുന്നത്
നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ പറഞ്ഞുകൊണ്ട് തന്നെ ആൻസർ ഷീറ്റിൽ മാർക്ക് ചെയ്യാൻ നോക്കുക. ഇതിപ്പം നിങ്ങളിപ്പോൾ 125th ക്വസ്റ്റ്യൻ ആൻസർ ആണെങ്കിൽ 125(2) എന്ന് പറഞ്ഞിട്ട് തന്നെ പോയിട്ട് മാർക്ക് ചെയ്യുക. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ നിങ്ങൾ അതിന് മുന്നത്തെ ക്വസ്റ്റ്യൻ വിട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പം അതിൽ പോയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവുക. ഇതിപ്പോൾ ഓൾറെഡി കുറെ പേർക്കൊക്കെ ഓൾറെഡി നിങ്ങളിപ്പം ഓൾ മോഡലും വീക്കിലേക്ക് എക്സാം എഴുതുമ്പോഴൊക്കെ ഓൾറെഡി സംഭവിച്ചിട്ടുണ്ടാവും. സോ അത് സംഭവിക്കാത്തവരാണെങ്കിൽ ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിൽ അധികം നമ്മളത് ബോധേഡ് ആയിരിക്കില്ല. നമ്മളിങ്ങനെ പെട്ടെന്ന് ചെയ്യുന്ന സമയത്ത് ചിലപ്പം നീറ്റ് എക്സാമിനൊക്കെ അങ്ങനെ വന്നാൽ പിന്നീട് ഭയങ്കര റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. സോ അങ്ങനെ ക്വസ്റ്റ്യൻ നമ്പർ പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാം ആൻസർ ഷീറ്റിലും മാർക്ക് ചെയ്യാൻ നോക്കുക. പിന്നെ പറയുകയാണെങ്കിൽ നല്ല ഫുഡ് കഴിക്കുക, നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, നന്നായി ഹൈഡ്രേറ്റഡ് ആയിരിക്കാൻ നോക്കുക. പിന്നെ ഉറക്കം പറയുകയാണെങ്കിൽ മിനിമം 6 hours എങ്കിലും ഈ ഒരു 1 month എങ്കിലും നല്ല രീതിയിൽ ഉറക്കമൊക്കെ ശരിയാക്കി എടുക്കാൻ നോക്കുക. ചിലപ്പോൾ ടെൻഷൻ കാരണം ലൈക്ക് എല്ലാവർക്കും പറയാൻ പറ്റും. ആക്ച്വലി ഇപ്പൊ ഞാനാണെങ്കിലും പറയും, പക്ഷെ ആക്ച്വലി ആ സിറ്റുവേഷനിൽ എത്തുമ്പോഴേ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവില്ലായിരിക്കും. അതിപ്പോ ഞാനും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. സ്റ്റിൽ 6 മണിക്കൂർ ഉറങ്ങാൻ ശ്രമിക്കുക. പിന്നെ ഇനിയിപ്പോ നിങ്ങൾ അവരിത്ര പഠിച്ചോ ഇവരിത്ര പഠിച്ചോ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളുടെ മാക്സിമം പഠിച്ചിട്ടുണ്ട്, അത് മാത്രം ചിന്തിക്കുക. മറ്റുള്ളവർ എങ്ങനെ പഠിക്കുന്നത്, എന്ത് പഠിക്കുന്നു എന്തൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോ ലൈക്ക് കൂളായിട്ട് കാമായിട്ട് എക്സാംസിനൊക്കെ അപ്രോച്ച് ചെയ്യാം. എക്സാം ഹാളിൽ പോകുന്നതിന് മുന്നേ വരെ വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് കുറച്ച് വേണമെങ്കിൽ ടെൻഷൻ ഉണ്ടാവാം. കാരണം ചിലരൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പഠിക്കുള്ളൂ. അപ്പോൾ പക്ഷെ എക്സാം ഹാളിൽ കയറിയതിന് ശേഷം നിങ്ങൾക്ക് ടെൻഷൻ അടിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. കാരണം അവന്റെ ഉള്ളിൽ നമുക്ക് ടെൻഷൻ അടിച്ച് ഒന്നും ചെയ്യാനില്ല. പക്ഷെ ആ ടെൻഷൻ അടിച്ചുകൊണ്ട് ചിലപ്പോൾ എന്താ നിങ്ങൾക്ക് പഠിച്ചത് മറന്നു പോവാം, അങ്ങനെയൊക്കെ വരാം. അതുകൊണ്ട് ടെൻഷൻ ഇല്ലാതിരിക്കാൻ നോക്കുക. കാം ആൻഡ് കൂളായിട്ട് എക്സാം എഴുതുക. നിങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ എക്സാം ഒന്നും അല്ലല്ലോ. അങ്ങനെ ആ രീതിയിൽ നിങ്ങൾ ലൈക്ക് മുന്നൊക്കെ എഴുതിയ വീക്കിലേക്ക് എക്സാം എഴുതിയ ആ ലാഘവത്തോടെ പോയിട്ട് എന്ത് ചെയ്യുക, എക്സാം ഒക്കെ എഴുതാൻ നോക്കുക. നല്ല റിസൾട്ട് ഉണ്ടാവും. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായി എക്സാം എഴുതുക, നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ. ആൻഡ് ഇവിടെ വെച്ച് കാണാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.